വയനാട്ടിലേക്ക് ഇനി വെറും 15 മിനിറ്റിനുള്ളിലെത്താം. എങ്ങനെയെന്നല്ലേ? താമരശ്ശേരി ചുരത്തിന് മുകളിലൂടെ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ ഒരു റോപ്പ് വേ വരാൻ പോകുന്നു. ഈ പദ്ധതി നടപ്പാക്കാൻ കേരള സംസ്ഥാന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് സർക്കാർ ഇതിനോടകം തന്നെ അനുമതി നൽകി. വയനാട് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള വെസ്റ്റേൺ ഗഡ്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡുമായി ചേർന്നാണ് പദ്ധതി ഒരുങ്ങുന്നത്. കോഴിക്കോട് ജില്ലയിലെ അടിവാരത്തെയും വയനാട്ടിലെ ലക്കിടിയെയും ബന്ധിപ്പിച്ച് ചുരത്തിന് മുകളിലൂടെ 3.25 കിലോമീറ്ററിൽ റോപ്പ് വേ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു. 100 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട് ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരമാകും. പദ്ധതിക്ക് 2023 ഒക്ടോബറിൽ സംസ്ഥാന ഏകജാലക ക്ലിയറൻസ് ബോർഡിൻ്റെ അംഗീകാരം ലഭിച്ചു. തുടർന്ന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനും വ്യവസായ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ അംഗങ്ങളുമായ സമിതി പദ്ധതിയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടിൻ്റെ പ്രകാരമാണ് സർക്കാർ KSIDCയോട് പദ്ധതി ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ചത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 2024 ജൂൺ 26 നടത്തിയ ചർച്ചയിൽ റോപ്പ് വേയുടെ അടിവാരത്തെ ടെർമിനലിനായി വെസ്റ്റേൺ ഗഡ്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിൽ നിന്ന് 1 ഏക്കർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഈ ഭൂമി റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് KSADCക്ക് കൈമാറാനുള്ള നടപടി ഉടൻ പൂർത്തിയാക്കും. റോപ്പ് വേ കടന്നു പോകുന്നതിൽ 1 കിലോമീറ്റർ വനമായതിനാൽ ഇനി കേന്ദ്ര വനമന്ത്രാലയത്തിൻ്റെ അനുമതിയാണ് ആവശ്യം. ഇതിനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. അനുമതി ലഭിച്ചാലുടൻ നിർമ്മാണം ആരംഭിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്ററിനുള്ളിൽ പദ്ധതി നടപ്പായാൽ കാടിന് മുകളിലൂടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളമുള്ള റോപ്പ് വേ ആയിരിക്കും ഇത്. ചുരത്തിൽ ഏകദേശം 2 ഹെക്ടർ ഭൂമിക്ക് മുകളിലൂടെയാണ് റോപ്പ് വേ കടന്നു പോകേണ്ടത്. കാഴ്ചകൾ കണ്ട് ഒരു വർഷത്തേക്കുള്ള യാത്ര പൂർണ്ണമാക്കാൻ വെറും 15 മിനിറ്റ് മതി. 3 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താലും മതി. അടിവാരത്തിനും ലക്കിടിക്കുമിടയിൽ 40 ടവറുകൾ ബത്തേരിയിൽ നിന്നും ലക്കിടി വരെയും കോഴിക്കോട് നിന്നും അടിവാരം വരെയും പ്രത്യേക ബസ് സർവീസുകളും ഏർപ്പെടുത്തും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാങ്കേതിക അനുമതികളെല്ലാം പദ്ധതി നേടിക്കഴിഞ്ഞു. റോപ്പ് വേ പദ്ധതിക്കൊപ്പം അടിവാരം നൂറാംതോട് ചിപ്പിലിത്തോട് തളിപ്പുഴ റോഡ് കൂടി യാഥാർത്ഥ്യമായാൽ ചുരത്തിൻ്റെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. മാത്രവുമല്ല, അടിവാരത്തെ 1-ാം വളവിൽ നിന്ന് 15 മിനിറ്റിൽ ലക്കിടിയിലേക്ക് ഇനി പറന്നെത്താം. ഇനി ചുരത്തിലെ ഗതാഗതക്കുരുക്കിനുള്ള പരിഹാരം എന്നതിനൊപ്പം കുരുക്കിൽപ്പെടുന്ന രോഗികളെ എളുപ്പത്തിൽ ചുരത്തിന് താഴെ എത്തിക്കാനുമാകും. റോപ്പ് വേയിൽ പ്രത്യേക ആംബുലൻസ് ക്യാബിനും ഉണ്ടാകും. ഓക്സിജൻ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഈ ക്യാബിനിലുണ്ടാകും. മാത്രവുമല്ല, അടിവാരത്തെ 1-ാം വളവിൽ നിന്ന് ഇനി 15 മിനിറ്റിൽ ലക്കിടിയിലെത്താം. നിലവിൽ റോഡ് മാർഗം 40 മിനിറ്റ് വരെ എടുക്കും. 6 സീറ്റുള്ള 40 കേബിൾ കാർ റോപ്പ് വേയിലുണ്ടാകും. ഒരു സമയം 400-ലധികം പേർക്ക് സഞ്ചരിക്കാം. അടിവാരത്തിനും ലക്കിടിക്കുമിടയിൽ 40 ടവറുകളും സ്ഥാപിക്കും. കൂടാതെ ചുരത്തിലെ ഗതാഗതക്കുരുക്കിനുള്ള പരിഹാരം എന്നതിനൊപ്പം കുരുക്കിൽപ്പെടുന്ന രോഗികളെ എളുപ്പത്തിൽ ചുരത്തിന് താഴെ എത്തിക്കാനുമാകും. റോപ്പ് വേയിൽ പ്രത്യേക ആംബുലൻസ് ക്യാബിനും ഉണ്ടാകും. ഓക്സിജൻ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഈ ക്യാബിനിലുണ്ടാകും. എന്തായാലും പദ്ധതി നടപ്പായാൽ വയനാട് കോഴിക്കോട് ജില്ലയുടെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഇതൊരു വലിയ കുതിച്ചുചാട്ടമാകും. മാത്രവുമല്ല, റോപ്പ് വേ പദ്ധതിക്കൊപ്പം തന്നെ അടിവാരം നൂറാംതോട് ചിപ്പിലിത്തോട് തളിപ്പുഴ റോഡ് കൂടി യാഥാർത്ഥ്യമായാൽ ചുരത്തിൻ്റെ ഗതാഗതക്കുരുക്കിനും പരിഹാരമാകും. അടിവാരം ലക്കിടി ടെർമിനലുകളോട് അനുബന്ധിച്ച് പാർക്ക്, സ്റ്റാർ ഹോട്ടൽ, കഫറ്റീരിയ, ആംഫി തിയേറ്റർ, ഓഡിറ്റോറിയം തുടങ്ങിയവയും ആരംഭിക്കാനുള്ള ഉദ്ദേശവുമുണ്ട്.